അസ്സലാമലൈക്കും, എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല ഈസി ആയിട്ടുള്ള നാടൻ ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ബീഫ് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബീഫ് നേരത്തെ കൂട്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഒരു 5 വിസലിൽ വേവിച്ച് വച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ്: വേവിച്ച് വെച്ച ബീഫ്, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുരുമുളക് ആവശ്യത്തിനെടുക്കുക, പിന്നെ മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 2.5 ടീസ്പൂൺ, 4 പച്ചമുളക്, പിന്നെ ഗരം മസാല 1.5 ടീസ്പൂൺ, മല്ലിയില ആവശ്യത്തിനായിട്ട് എടുക്കാം, കാശ്മീരി മുളകിൻ്റെ പൊടി 2 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ തക്കാളി 1 പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന് എടുക്കാം, സവാള 2 ചെറുതാക്കി അരിഞ്ഞു വെക്കുക, പിന്നെ ആവശ്യത്തിനുള്ള ഓയിലും. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള പാത്രം ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക്, 4 പച്ചമുളകാണ്, 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചത് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 2.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ബീഫിൻ്റെ എല്ലാ വസ്തുവായിട്ട് എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഗ്രേവി മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബീഫ് റോസ്റ്റിംഗ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.